ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സെൻറ്റർ ക്ലിപ്പാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ക്ലിപ്പാണ്. ഇതിൻ്റെ കുറച്ച് ഓർഡറുകളുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്. ഈ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റല്ല, ഫെൽറ്റ് ഷീറ്റിൽ ചെയ്യാം, നമുക്ക് വാക്സ് സ്ട്രിപ്പിലും ചെയ്യാം. പിന്നെ അപ്പോൾ ഏതായാലും നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതിലായാലും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ സ്റ്റിക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ആ സ്റ്റിക്കുണ്ട്, അത് വേണമെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഞാൻ സ്ഥിരം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡിലെടുക്കുക, ഒരു ഗ്ലൂവിൻ്റെ തന്നെ ആ ഒരു അടപ്പില്ലേ, അതിലൊരു നീഡിൽ കാണാം, അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ആദ്യം ഇളകിപ്പോകും. പിന്നെ നമ്മൾ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഗ്ലൂവിൻ്റെ അംശമൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് തിരികെ നമ്മളെ കയ്യിൽ പറ്റിപ്പിടിച്ച് ഇളകി വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ പുറത്ത് നന്നായി പ്രസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അതിലൊന്ന് പ്രസ് ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ ഇളകി വരും. അതുകൊണ്ട് ഗ്ലൂ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കൈ കൊണ്ടൊക്കെ ഇതിൽ പ്രസ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത്, 10, 12 അത്രയും പെറ്റൽസ് കൊടുക്കാം. ഇത്രയും വെക്കുന്നതിനനുസരിച്ച് സെൻറ്ററിൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് കിട്ടും. ആ സെൻറ്ററിൽ വരുന്ന ഗ്യാപ്പിനനുസരിച്ച് കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 3, 4, 5 അങ്ങനെയുള്ള പെറ്റൽസ് സെൻറ്ററിൽ കൊടുക്കാം. ഞാൻ ഇവിടെ ഡ്രോപ്പ് കുന്തനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാറ്റല്ല, ഇത് ഗ്ലാസ് കുന്തനാണ്. ഗ്ലാസ് കുന്തനിൽ ഡ്രോപ്പ് സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് കുന്തനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്ത് ആ സെൻറ്ററിൽ നമുക്ക് പല കളറിൽ നമുക്ക് കൊടുക്കാം. എന്താ പറയുക, ഡബിൾ കളറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ അല്ലാതെ തന്നെ എന്താ പറയുക, നമുക്ക് പല കളറിൽ ചെയ്യാം. സിംഗിൾ കളറിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഒരു മാലയും വളയൊക്കെ കസ്റ്റമൈസേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്, അതിൻ്റെ മാച്ചിങ്ങിന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ സെൻറ്ററിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യുക, ഒരു സെറാമിക് കുന്തൻ കൊടുത്തു, കുഞ്ഞു സെറാമിക് കുന്തൻ. ഇനി അവിടെ ഒരു സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഏത് കൊടുത്താലും വളരെ ഭംഗിയാണ്. എന്നിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യുക. ആ സെയിം സമയത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇളകി വരും. അപ്പോൾ അതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കുക. നന്നായി ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഉരുക്കി നല്ല നീറ്റായിട്ട് എടുക്കണം. എന്നാലേ നമ്മൾ ചെയ്യുന്നതിനൊരു ഭംഗിയുണ്ട്, ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് എടുക്കുക. ഞാൻ ഇവിടെ സെൻറ്റർ ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. സെൻറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം പാച്ചസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്റ്റഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇയറിംഗ് ആവാം. ഇതൊരു ലോക്കറ്റാക്കി എടുക്കാം, നമുക്ക് ബാങ്കിളിൽ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെയൊക്കെ നമുക്ക് ഒരു ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കി, വളരെ സിമ്പിളായിട്ട് നമ്മളിത് വാങ്ങിക്കാൻ പോകണമെങ്കിൽ നല്ല ക്യാഷൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനേക്കാളും നമുക്കിത് പല കളറിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതൊക്കെ പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഒത്തിരി വെറൈറ്റിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യമായി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.